सजना सजना किधर है ओ मेरे सजना അറിയോ എന്താ സുഖാണോ എന്തിനാ വിളിച്ചതെന്നറിയോ ഇല്ല ബോച്ചേറ്റി വാങ്ങിയിരുന്നോ എവിടുന്നാ വാങ്ങിയ ബ്രാഞ്ചിൽ പോയിട്ട് വാങ്ങി അല്ലേ എങ്ങനെയുണ്ട് ചായ കുടിച്ചോ അടിപൊളിയാണോ എന്നെ സൂചിപ്പിക്കാൻ പറയണ്ടോ ഉള്ള സത്യം പറഞ്ഞാ മതി കട്ടനാണോ അതോ പാലൊഴിച്ചിട്ടുള്ള ചായ ആണോ കുടിച്ചേ പാൽ ചായ ആണോ ആണോ ഓക്കെ എന്താ ചെയ്യണേ സജന ആ ഭർത്താവില്ലേ ആ എന്ത് ചെയ്യുന്നു ഭർത്താവ് ആ എന്ത് ഷോപ്പിലാ ആ ജ്വല്ലറിയോ നമ്മുടെ ഫീൽഡാണല്ലോ എവിടെയാ വീട് എവിടെയാ കൊല്ലം ആ കൊല്ലം അഷ്ടമുടി ഈ കൊല്ലം കണ്ടാ പിന്നെ ഇല്ലം കാണില്ല എന്ന് പറയണത് ശരിയാണോ പഴഞ്ചൊല്ല വെറുതെ പറയാല്ലേ എത്ര നല്ല ആൾക്കാരാ കോട്ടയോ ചേട്ടന്റെ പേരെന്താ ഷാഫിഖാൻ ആഹാ എന്ത് ചെയ്യുന്ന ചായ കുടിച്ചോ എങ്ങനെയുണ്ട് ചായ കടുപ്പം കൂട്ടണോ കുറയ്ക്കണോ നല്ല കറക്റ്റാണ് ആ അഭിപ്രായം പറഞ്ഞാൽ എന്തേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഇല്ലേ ആ ഒരു കുട്ടിയൊക്കെ വീട്ടിൽ തിരിച്ച് അങ്ങനെ ഞങ്ങളൊന്ന് വിളിക്കാൻ എടുക്കുകയൊക്കെ ചെയ്ത് അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു കാണണമെന്ന്. ആ നമസ്കാരം എന്നെ കാണുന്നുണ്ടോ കാഴ്ചയില്ലാന്ന് പറഞ്ഞ് ആണോ ഓ ശരി ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ലേ ഒരു കണ്ണിന് ചെറിയ മങ്ങലടക്കമുള്ള കാഴ്ചയാണ് സാറേ അത് സാധ്യതയില്ല കിട്ടാനും അപ്പൊ നിങ്ങൾക്കാണോ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ചോദിച്ചത് ബോച്ചെ പാർട്ട്ണറെ ഫ്രാഞ്ചൈസി കച്ചവടം വേണമെന്ന് പറഞ്ഞ നിങ്ങൾക്കാണോ സാറേ ഞാൻ ഒരുപാട് കടത്തി കിടക്കുന്നത് വീടൊന്നുമില്ല മോളെ വീട്ടിൽ തക്കാലം താമസിക്കാൻ വന്നതാ അപ്പൊ ഈ കച്ചവടം ചെയ്യുമ്പോ ഈ പൈസയൊക്കെ ബാക്കി കറക്റ്റ് കൊടുക്കുവോ അത് തീർച്ചയായും കാശ് വരുമ്പോ കറക്റ്റ് കാണാൻ പറ്റില്ലേ പൈസ ആ നോട്ടൊക്കെ കാണില്ലേ എല്ലാം കാണാം ഒരു കുഴപ്പമില്ല വലത്തെ കണ്ണാ നഷ്ടപ്പെട്ടത് ചായ വിറ്റിട്ട് പൈസ വാങ്ങുമ്പോ തെറ്റരുത് ഇങ്ങോട്ട് വാങ്ങുമ്പോ ബാക്കി കൊടുക്കുമ്പോ തെറ്റിയാലും കുഴപ്പമില്ല കൊടുക്കാൻ പറഞ്ഞാലും പ്രശ്നമില്ല നോക്കാം നമുക്ക് എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ളവരെ മുൻഗണന കൊടുക്കുന്നുണ്ട് ഒരുപാട് ആയിരക്കണക്കിന് എൻക്വയറി ആണ് അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നാലും ഓരോ ഏരിയ പരിഗണിച്ചിട്ട് ഓരോ വ്യക്തികളെ പരിഗണിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് നോക്കാം എന്തായാലും കടങ്ങളൊക്കെ വീട്ടിട്ട് നമുക്ക് 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാണ് ആ സജന 10 ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് ഭാഗ്യവതിയാണ് ലക്ഷാധിപതി എന്നോട് എന്തിനാ ഉപകാരം പറയാം നമ്മളിത് നടത്തണമെന്നല്ലേ ഉള്ളൂ അതിലും വലിയ നോട്ടീസായിട്ടപ്പോ ഞാൻ വന്നിരിക്കുന്നത് ബോച്ചെ ലക്കി ഡ്രോ ഓക്കെ ഇനിയിപ്പോ ജപ്തിയൊക്കെ മാറുന്നു അങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു ബോച്ചെ പാർട്ട്ണർ അങ്ങനെ ലക്ഷാധിപതിയായി കോടീശ്വരിയാവാൻ പോവുകയാണ് കരയാണോ ചിരിക്കാണോ സന്തോഷ കണ്ണീരാണോ അയ്യോ ആത്മഹത്യയോ അയ്യോ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ സത്യം സാറേ ഞാൻ കിടക്കാടില്ലത് എന്റെ മോളെ കാരുണ്യം കൊണ്ട് ഇവിടെ താമസിക്കാൻ വന്ന എന്റെ വീട് സ്ഥലം എല്ലാം പോയി ഒന്നും പേടിക്കണ്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കയറ്റിറക്കമല്ലേ കടങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാവും ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി എവിടെ എത്തും എല്ലാവരും ആത്മഹത്യയില്ലേ അല്ല ജീവിതം ശക്തമായി മുമ്പോട്ട് പോവാ ഇപ്പൊ എന്തായാലും പഠിച്ചവന്റെ കാരുണ്യം അടുത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ അടുത്ത് വരുന്നത് ഇനിയിപ്പോ
ലോട്ടറി കച്ചവടം വരുന്നു. എന്തായാലും ഉമ്മാക്കൊരു ബോച്ചെ പാർട്ട്ണർ തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. ശരി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഞാൻ ഇന്നും വിളിക്കണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് സഹായിക്കാം. ഇതേവരെ വന്നപ്പോഴും കാണാൻ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഇനി എന്തിനാ സഹായം? അടിച്ചില്ലേ? അത് എന്റെ മോളെ ബാധ്യത തീർന്നു കിട്ടുമല്ലോ സാറ്. എന്റെ പ്രശ്നം അതില് വേറെയാ. ആണോ? അതെ സാറ്. ഓരോന്നായിട്ട് തീരട്ടെ പ്രശ്നങ്ങൾ. 20 ലക്ഷം രൂപയുടെ കടവ്. നിങ്ങളുടെയും പ്രശ്നം തീരാൻ പോവല്ലേ? ദിവസേന ബോച്ചേറ്റി വാങ്ങിക്കോളൂ. ഇനിയിപ്പോ കച്ചവടം കിട്ടി തരാൻ പോവല്ലേ? എല്ലാ പ്രശ്നവും തീരും കേട്ടോ. ധൈര്യമായിട്ടിരുന്നോളൂ. അപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങോ. ഗുഡ് നൈറ്റ്. ശരി. സലാം അലൈക്കും. വലൈക്കും അസ്സലാം സാറേ. താങ്ക് യു സാറേ.